ശ്രദ്ധിക്കണേ, +2 ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചാപ്റ്ററിൽ കുറച്ച് ക്വിക്കായിട്ട് കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്താലോ? നോക്കാം. ആദ്യമായിട്ട് ചോദ്യം എന്താണ്? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലും അഥവാ സ്ഥിര മൂലധനവും അതേപോലെ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ സ്ഥിര മൂലധനവും വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തന മൂലധനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവ തമ്മിൽ എങ്ങനെ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 2 ടേബിളൊക്കെ വരച്ചിട്ട് ഒരു ഭാഗത്ത് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്നും ഒരു ഭാഗത്ത് വർക്കിംഗ് ക്യാപിറ്റൽ സ്ഥിര മൂലധനമെന്നും അതേപോലെ തന്നെ പ്രവർത്തന മൂലധനമെന്നും എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ബേസിസുകളായിട്ട് എഴുതാം. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ മിനിമം 4 പോയിന്റെങ്കിലും എഴുതി വെക്കുന്നതാണ് അതിൻ്റെ വൃത്തി എന്ന് പറയുന്നത്. അപ്പം നിനക്ക് എവിടെയും സ്കോർ മിസ്സായി പോവില്ല. 2 മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് പറഞ്ഞു പോവാം. എന്താണ്? ഇറ്റ്സ് റിക്വയർഡ് ഫോർ ലോങ് ടേം പീരീഡ്. അല്ലേ, ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സ്ഡ് പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ്? ലോങ് ടേം, ഇത് ദീർഘകാലത്തേക്ക് ആവശ്യമുള്ള. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പ്രവർത്തനം എന്നും പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിക്വയർഡ് ഫോർ ഷോർട്ട് പീരീഡ് ആണ്. അതേപോലെ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ പിന്നെ എന്ത് പോയിന്റ് എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് അക്വയറിങ് ഫിക്സ്ഡ് അസറ്റ്. തീർച്ചയായിട്ടും ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഇത് സ്ഥിരമായ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തായാലും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈങ് കറൻറ്റ് അസറ്റ്, നിലവിലെ ആസ്തികൾ അഥവാ നമ്മൾ കറൻറ്റ് അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഒരു പോയിന്റ് പറയുന്നു, ഇത് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ റുട്ടീൻ ബിസിനസ്. അല്ലേ, ഇത് നോട്ട് അവൈലബിൾ ഫോർ റുട്ടീൻ ബിസിനസ് ആണ്. നമുക്ക് സാധാരണ ബിസിനസ്സുകൾക്ക് ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മളിത് എപ്പോഴാണ് യൂസ് ചെയ്യാറുള്ളത്? നമ്മൾ ലോങ് ടേമിലേക്ക് പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുക. അഥവാ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്നാലോ വർക്കിംഗ് ക്യാപിറ്റലിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ റുട്ടീൻ ബിസിനസ് ആക്ടിവിറ്റീസ്. അല്ലേ, റുട്ടീൻ ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും പോയിന്റുകൾ എഴുതിക്കൂടെ? നമുക്ക് എഴുതാം. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇതിനെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് എഴുതിയിട്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തൂടെ? ഇനി അടുത്ത ചോദ്യം എന്താ? റൈറ്റ് ദ ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ്, അല്ലേ, സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇതിൻ്റെ 2 ഒബ്ജക്റ്റീവുകൾ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താ ചോദിച്ചേക്കുന്നത്? ഒന്നാമത്തത് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് വെൻ എവർ റിക്വയർഡ്. ആവശ്യമുള്ള സമയത്ത് ഫണ്ടിൻ്റെ അവൈലബിലിറ്റി, സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് എന്താ പറയുന്നത്? പറയുന്നു ടു സീ ദാറ്റ് ദ ഫേം ഡസ് നോട്ട് റേസ് റിസോഴ്സസ് അൺനെസസറിലി. അനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ഫേം സ്വരൂപിക്കുന്നില്ല അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. 2 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് വീണ്ടും ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ചോദ്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അർത്ഥം എന്താണ് ഹ്രസ്വമായിട്ട് എഴുതുക. നേരത്തെ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്താ പറഞ്ഞേക്കുന്നത്? ബ്ലൂ പ്രിന്റ് ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. അല്ലേ, ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് ദ സഫിഷ്യൻറ്റ് ഫണ്ട്സ് ആർ അവൈലബിൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, കറക്റ്റ് സമയത്ത് ആസ് ആൻഡ് വെൻ നീഡഡ്, ഇല്ലേ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഫണ്ട് അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ നോ സർപ്ലസ് ഫണ്ട് ഈസ് കെപ്റ്റ് ഐഡിൽ. അഥവാ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, അഥവാ അനാവശ്യമായിട്ട് അൺനെസസറി ആയിട്ട് ഫണ്ടുകൾ റേസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? മാർക്ക് സ്കോർ ചെയ്യാനായി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വിച്ച് ക്യാപിറ്റൽ ഈസ് മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏത് ക്യാപിറ്റലിനെ കുറിച്ചാണ്, ഏത് ടൈപ്പ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. കണ്ടപ്പോൾ തന്നെ മിടുക്കികളുമായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം സെക്യൂരിറ്റീസ്. ലോങ് ടേം സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ദീർഘകാല സെക്യൂരിറ്റികളുടെ നിക്ഷേപം ഏത് ക്യാപിറ്റലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തെന്താ പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. എളുപ്പമാണ് അല്ലേ? അപ്പോൾ എളുപ്പമാണ്. എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉത്തരങ്ങൾ. എന്താണ്? ആദ്യത്തേത് ലോങ് ടേം എന്ന് പറയുമ്പം നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്നാണ് ലോങ് ടേമിനെ പറയുക. ലോങ് ടേം ഫിക്സ്ഡ് ആണ്.
ഓക്കെ, എന്നാൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഷോർട്ട് ടേമിലേക്ക് കുറഞ്ഞ കാലാവധിയിലേക്ക് ഉപയോഗിക്കുന്നത് പ്രവർത്തന മൂലധനമാണ്. കിട്ടിയല്ലോ? ഓക്കെ, അപ്പോൾ 2 മാർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങളുടെ കയ്യിലെത്തി. ഓൾ ദി ബെസ്റ്റ്.